തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ, വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവായ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൽ അവന് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ നിമിഷമാണ്
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം കേൾക്കുവാൻ കഴിയുക എന്നുള്ളത്, സത്യസുവിശേഷത്തിൻ്റെ കരക്കീഴിലായിരിക്കുക എന്നുള്ളത് അവന് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ നിമിഷമാണ്. ആ നിമിഷത്തിലൂടെയാണ് ഇന്നും കൃപയാൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ കടത്തിവിടുന്നത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനം, ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കായും മൂർച്ചയുള്ള ആ തിരുവചനം എന്നോട് സംസാരിക്കണമേ. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ തിരുവചനം ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കണമേ. കർത്താവേ, സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഇവിടെ പറയുന്ന വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമില്ല, എന്നാൽ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ആ സുവിശേഷമാണ് നാം ഇന്ന് ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തോട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വാദിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാവുന്ന ആ ഹൃദയം ദൈവത്തിന് തുറന്നു കൊടുത്ത് ദൈവത്തെ രക്ഷിതാവും നായകനുമായി സ്വീകരിക്കാം. ഹൃദയത്തിലേക്ക് സുവിശേഷം വരുമ്പോൾ പാവം ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ, യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ മനസ്സില്ലാതെ ഹൃദയം കഠിനമാക്കുന്ന വ്യക്തികൾ, അവർ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടാത്ത, തള്ളപ്പെട്ടുപോകുന്ന ജനക്കൂട്ടത്തിൽ പെട്ടുപോകുന്ന ജനമാണ്. എന്നാൽ ഞാനെന്ന വ്യക്തി, ഇന്ന് കർത്താവായ യേശുക്രിസ്തു എനിക്കൊരു സൗഭാഗ്യം നൽകിയിരിക്കുന്നു. യേശുവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ അവസരം നൽകിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തുറക്കാം. യേശുവിനെ രക്ഷിതാവും നായകനുമായി സ്വീകരിക്കാം. ഇന്ന് നമ്മുടെ പാവങ്ങൾ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകുന്ന ഒരു ദിവസമാണ്. ഇന്ന് നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിത്തരുന്ന ഒരു ദിനമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതം യേശുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം തിരുവചനത്തിന് കീഴിലാകാം. നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 10-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഒരു ജനസമൂഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായിലൂടെ ഒരു സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. അത് നമുക്കറിയാം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് അങ്ങനൊരു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്കൊരു ദൃഷ്ടാന്തമായി തീർന്നിരിക്കുക എന്നാണ് നമ്മളോട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഇസ്രായേൽ ജനം? നമുക്കെല്ലാം അറിയാം. മിസ്രയീമിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ ഏറ്റവും കഠിനവേലയിൽ അകപ്പെട്ട് ഏറ്റവും കഷ്ടപ്പാടിലൂടെ കടന്നുപോയ ഒരു ജനസമൂഹം. എന്നാൽ അവർ ദൈവത്തോട് നിലവിളിച്ചു. ആ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം മോശ എന്ന ഒരു വലിയ പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുകയാണ്. അവർ അത്ഭുതങ്ങൾ കണ്ട ജനമാണ്. അവർ അടയാളങ്ങൾ കണ്ട ജനമാണ്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനസമൂഹമാണ് ഇസ്രായേൽ ജനം. അവരുടെ മുമ്പിൽ ലോകം ഇതുവരെയും കാണാത്ത ചില അത്ഭുതങ്ങളെല്ലാം അവർ കണ്ട് അനേക ആത്മീയ അനുഭവത്തിലൂടെ അവർ മുന്നോട്ട് വരികയാണ്. അവരുടെ മുമ്പിൽ ചെങ്കടൽ രണ്ടായി പിളർന്നതാണ്. അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗീയ ആഹാരമായ മന്ന ലഭിച്ചതാണ്. അവർക്ക് കുടിക്കുവാൻ പാറ പിളർന്ന് വെള്ളം ലഭിച്ചതാണ്. രാത്രി അഗ്നിസ്തംഭത്തിലും പകൽ മേഘസ്തംഭത്തിലും അവർ ആത്മീയ അനുഭവം നേരിട്ടതാണ്, അവർ അനുഭവിച്ചതാണ്. എല്ലാവിധ ആത്മീയ അനുഭവങ്ങളും അനുഭവിച്ച് മരുഭൂപ്രയാണത്തിൽ കനാൻ ലക്ഷ്യമാക്കി സഞ്ചരിച്ച വലിയൊരു ലക്ഷക്കണക്കിന് ജനം. എന്നാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധ പൗലോസ് ശ്ലീഹായിലൂടെ പറയുകയാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. കനാൻ ലക്ഷ്യമാക്കി പുറപ്പെട്ട ജനത്തിൽ ആ 2 പേർ മാത്രമേ കനാനിൽ എത്തിച്ചേർന്നുള്ളൂ. അത് നമുക്കൊരു ദൃഷ്ടാന്തമാണ് എന്നാണ് പൗലോസ് ശ്ലീഹായിലൂടെ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് നാമും ഒരു കനാൻ യാത്രയിലേക്ക് നടക്കുന്ന വിശ്വാസികളാണ്. മിസ്രയീമ്യരെല്ലാം വിട്ട്, പാപത്തെ വിട്ട്, പിശാചിനെ വിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നായകനുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ മാത്രം നോക്കി സിയോൻ യാത്ര ചെയ്യുന്ന, സ്വർഗീയ നാട് ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഓരോ ആത്മീയരാണ് നാം. എന്നാൽ നാമും ഈ വീരന്മാർ പട്ടുപോയ, മഹാന്മാർ പട്ടുപോയ, നമ്മിലും ബലവാന്മാർ പട്ടുപോയ, നമ്മിലും ഉന്നതർ പട്ടുപോയ ഒരു ആത്മീയ പ്രതലത്തിലാണ് നാം നിൽക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ദിനംതോറും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മപ്പെടുത്തൽ ഇന്ന് എനിക്കെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് കേൾക്കുന്ന ഏത് വ്യക്തിയെയും ഓർമ്മപ്പെടുത്തുകയാണ്. നാം ആത്മീയത്തിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ വീഴുവാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന്, ഒരു സാധ്യതയുണ്ട് എന്ന്.
നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ തലമുറയിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. പൂർവ്വകാലങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. ആത്മീയമായി ഒരു സമയത്ത് ആത്മീയമായി തിളങ്ങി നിന്ന അനേക ആത്മീയ വീരന്മാർ, ആത്മീയ മല്ലന്മാർ, അവർ ഇന്ന് പട്ടുകിടക്കുന്നത് നാം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിസ്സാരനായ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ, ഒരു ദിവസം നിന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപയല്ലാതെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. കൃപയിലൂടെയാണ് ഓരോ ആത്മീയനും മുന്നോട്ട് നയിക്കപ്പെടുന്നത്. ഒരു വ്യക്തിക്കും സ്വന്തമായ ആത്മീയ ജീവിതമില്ല. ഒരു വ്യക്തിക്കും സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ അവൻ്റെ ആത്മീയമായ അറിവ് കൊണ്ടോ ബൈബിൾ പരിജ്ഞാനം കൊണ്ടോ ഒരിക്കലും ഒരു ആത്മീയ ജീവിതം, ശാശ്വതമായ ആത്മീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. അത് യേശുവിന് നമ്മോടുള്ള കൃപയാണ്. കൃപ മാത്രം. ഇവിടെ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം, ലക്ഷക്കണക്കിന് ജനം, അവരെല്ലാം ഓരോരോ സമയത്ത് മരുഭൂമിയിൽ പട്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ ഒരു ദൃഷ്ടാന്തമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ടായിരിക്കാം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അനേക ആത്മീയ അനുഭവങ്ങൾ കണ്ട ആ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോകാൻ കാരണം? ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അനേക കാരണങ്ങൾ കാണാം. ഈ ഇസ്രായേൽ ജനം പട്ടുപോകുന്നതിനായുള്ള അനേക കാരണങ്ങൾ കാണാം. ഒരു കാരണം ഇങ്ങനെയാണ്: അവർ എന്നും പിറുപിറുപ്പുള്ള ജനമായിരുന്നു. പുറപ്പാട് പുസ്തകം 16 അധ്യായം അതിൻ്റെ 7 വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. ഇസ്രായേൽ ജനം പിറുപിറുക്കുന്ന ജനമായിരുന്നു. പ്രവാചകനായ മോശയോട് പിറുപിറുക്കും, അഹ്റോനോട് പിറുപിറുക്കും, ദൈവത്തോട് തന്നെ പിറുപിറുക്കുന്ന ഒരു ജനം, എല്ലാത്തിനും അസംതൃപ്തമായ ജനം. മഞ്ഞ കിട്ടിയപ്പോൾ അവർ പിറുപിറുക്കുന്നു. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയിൽ ചെന്നെത്തുമ്പോൾ പിറുപിറുക്കുന്നു. അവർ ദൈവത്തോട് പിറുപിറുക്കുന്നു. ഒന്നിലും സംതൃപ്തിയില്ലാത്ത ജനം. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ സമാനമായ സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളാണോ നാം? എല്ലാത്തിനും ഒരു പിറുപിറുപ്പ്, നമുക്ക് നമ്മോട് തന്നെ പിറുപിറുപ്പ്, ഒന്നിലും ഒരു തൃപ്തിയില്ലാത്തൊരവസ്ഥ. നമ്മുടെ ഭാര്യയോട് നമുക്ക് തൃപ്തിയില്ലാത്ത അവസ്ഥ, നമ്മുടെ ഭർത്താവിനോട് നമുക്ക് തൃപ്തിയില്ലാത്ത അവസ്ഥ, നമ്മുടെ ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാത്തിലും പിറുപിറുപ്പ്, ദൈവത്തോടും ദൈവജനങ്ങളോടും കൂട്ടായ്മയോടും എല്ലാം പിറുപിറുപ്പ്, ഒന്നിലും ഒരു സംതൃപ്തിയില്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ, അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ നമ്മൾക്ക് മുമ്പിൽ ഒരു ദൃഷ്ടാന്തം നിൽക്കുകയാണ്. അത് ഇസ്രായേൽ ജനമാണ് ആ ദൃഷ്ടാന്തം. നാമും ഇസ്രായേൽ ജനം പട്ടുപോയതുപോലെ പിറുപിറുപ്പിന് അടിമയാണ് എങ്കിൽ, പിറുപിറുപ്പുന്ന സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ, ഒന്നിലും സംതൃപ്തിയില്ല എങ്കിൽ, കിട്ടുന്നതിൽ എപ്പോഴും പരാതിയും പരിഭവമാണ് എങ്കിൽ നാമും പട്ടുപോകുമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. എന്നാൽ ഇന്ന് കൃപായുഗമാണ്. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ട് എങ്കിൽ, അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ, നമുക്ക് തിരുത്തുവാൻ മനസ്സുണ്ട് എങ്കിൽ ഇന്ന് അതിനുള്ള അവസരമാണ്. കർത്താവെ, എന്നിലുള്ള പിറുപിറുപ്പ്, എന്നിലുള്ള അസംതൃപ്തി എല്ലാം മാറ്റി ഒരു തികഞ്ഞ അനുഭവം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് നമ്മുടെ പിറുപിറുപ്പ് മാറുന്നത്? എങ്ങനെയാണ് നമ്മുടെ പരാതി മാറുന്നത്? എങ്ങനെയാണ് നമ്മുടെ അസംതൃപ്തി മാറുന്നത്? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. അത് ക്രൂശിലേക്ക് നോക്കിയാൽ മതി. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു കാഴ്ച കാണാം. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും, തന്നെ അടിച്ചിട്ട് പകരം ഒന്നും പറയാതെയും, തനിക്ക് കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം ഒന്നും പറയാതെയും എല്ലാം സഹിച്ചുകൊണ്ട് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കുമ്പോഴാണ് നമ്മുടെ പിറുപിറുപ്പെല്ലാം മാറിപ്പോകുന്നത്. ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ക്രൂശിലെ സ്നേഹം. ആ ക്രൂശിലെ സ്നേഹത്തിലേക്ക് നോക്കിക്കൊണ്ട്, ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം: കർത്താവെ, എൻ്റെ ഈ പിറുപിറുപ്പൊന്ന് മാറ്റിത്തരണമേ. കർത്താവെ, ഞാൻ നോക്കിയാൽ മാറാത്ത എൻ്റെ മനസ്ഥിതി ഒന്ന് മാറ്റിത്തരണമേ. എൻ്റെ ഒന്ന് മാറ്റിമറിക്കണമേ. കർത്താവെ, എല്ലാത്തിനും സംതൃപ്തിയുള്ള ഒരവസ്ഥ എനിക്ക് തരണമേ. കർത്താവെ, ദൈവത്തോടും ദൈവമക്കളോടും, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തോടും, ഞാൻ ആയിരിക്കുന്ന ജോലി സ്ഥാപനത്തോടും, എനിക്ക് തന്നിരിക്കുന്ന ഭാര്യയോടും, എനിക്ക് തന്നിരിക്കുന്ന ഭർത്താവിനോടും, എനിക്ക് തന്നിരിക്കുന്ന എല്ലാവിധ ആത്മീയ ഭൗതിക അനുഭവങ്ങളോടും ഒരു സംതൃപ്തനായ ഒരു മനോസ്ഥിതി എനിക്ക് തരണമേ യേശുവേ. അന്ന് ഇസ്രായേൽ ജനം പട്ടുപോയതുപോലെ ഈ സ്വഭാവം വെച്ച് ഈ മരുഭൂമിയിൽ പട്ടുപോകാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒന്ന്, ഇസ്രായേൽ ജനം പട്ടുപോകാൻ കാരണം അവർ ദൈവത്തോടും ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയോടും അഹ്റോനോടും പിറുപിറുപ്പും അസംതൃപ്തിയും പ്രകടിപ്പിച്ചതുകൊണ്ടാണ്. രണ്ട്, ഇസ്രായേൽ ജനം പട്ടുപോകാൻ മറ്റൊരു കാരണമുണ്ട്. അത് നമുക്ക് വായിച്ച് കേൾക്കാം. പുറപ്പാട് പുസ്തകം 32 അധ്യായം അതിൻ്റെ 1 വാക്യം അതിങ്ങനെയാണ്: ഞങ്ങളെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഇവിടെ നമ്മൾ വളരെ ഭയാനകമായ ഒരു കാര്യം കാണുകയാണ്, കേൾക്കുകയാണ്. മിസ്രൈം ദേശത്തു നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഈ മോശയെ അവർ കാണുകയാണ്. മോശയാണ് തങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതെന്നാണ്
ഇസ്രായേൽ ജനം ചിന്തിക്കുന്നത്. അവർ അനേക ആത്മീയ അനുഭവങ്ങൾ കണ്ടു. ചെങ്കടൽ പിളർന്നത് കണ്ടു, മാറ പിളർന്ന് വെള്ളം വരുന്നത് കണ്ടു, മരുഭൂമിയിൽ മന്ന ഭക്ഷിക്കുന്നത് കണ്ടു. അങ്ങനെ അനേക ആത്മീയ അനുഭവങ്ങൾ കണ്ടു. ദൈവം തന്നെ വഴി നടത്തുന്നത് കണ്ടു. എന്നാലും ഇസ്രായേൽ ജനം ചിന്തിച്ചത് മോശയാണ് അവരെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതെന്നാണ്. അവരുടെ നോട്ടം മോശ എന്ന ഒരു മനുഷ്യനിലായിരുന്നു. മോശ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു പ്രവാചകനാണ്. എന്നാൽ മോശയിലൂടെ പ്രവർത്തിച്ച നിത്യപരിശുദ്ധ ദൈവത്തെ അവർ കാണാതെ പോകുന്നു. അത് അവർ മരുഭൂമിയിൽ പട്ടുപോകാൻ ഒരു കാരണമായി. ഇത് ഞാൻ കേൾക്കുമ്പോൾ, ഇത് നമ്മൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ആത്മീയന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയമാണ് അവൻ ജീവിതത്തിൽ തീരുമാനമെടുത്തു, അവൻ നല്ലൊരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നു, അവൻ സത്യവചനം കേൾക്കുന്നു, നല്ല ദൈവദാസന്മാരുടെ കീഴിൽ അവൻ വചനം അഭ്യസിക്കുന്നു, അവൻ വചനത്തിലൂടെ മുന്നോട്ട് പോകുന്നു. എന്നാൽ അവൻ കാണേണ്ടതായൊരു കാഴ്ചയുണ്ട്. ഓരോ ആത്മീയനും കാണേണ്ടതായ കാഴ്ചയുണ്ട്. അത് ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുവിനെ എന്ന കാഴ്ചയാണ്. ആ ക്രൂശിലെ നോക്കി യേശുവിനെ കാണുമ്പോഴാണ് ഒരു ആത്മീയൻ്റെ യാത്ര. അത് ഭാരങ്ങൾ ഉണ്ടെങ്കിലും ആകുലങ്ങൾ ഉണ്ടെങ്കിലും അവന് സന്തോഷമായി ആത്മീയ ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. ഞാൻ എന്നെല്ലാം യേശുവിൽ നിന്ന് കണ്ണുപറച്ച് ഏതെല്ലാം രംഗത്തേക്ക് നോക്കിയിട്ടുണ്ടോ അന്നെല്ലാം വീണു പോയിട്ടുണ്ട്. എന്നെല്ലാം ആത്മീയമായി നടന്നിട്ട് യേശുവിലേക്ക് നോക്കാതെ മറ്റെന്തെങ്കിലേക്ക് നോക്കിയിട്ട്, കൂട്ടായ്മയിൽ നോക്കിയിട്ട്, ദൈവമക്കളെ നോക്കിയിട്ട് അന്നെല്ലാം അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ വീണു പോകുന്നത് എൻ്റെ അനുഭവമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുമ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിലേക്ക് മാത്രം നോക്കുവാൻ ദൈവം എന്നെ പഠിപ്പിക്കുന്നു. ഞാനും യേശുവും തമ്മിലുള്ള ബന്ധം നമ്മളിത് കേൾക്കുമ്പോൾ ഞാനും യേശുവും തമ്മിൽ ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പ് ഉണ്ടോ, പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും യേശുവിൻ്റെ തിരുരക്തമുള്ള കരത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വർഗീയ കവാടത്തിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇസ്രായേൽ ജനം ആ മോശയെ കാണുകയാണ്. ദൈവത്തെ കാണുന്നതിന് പകരം മോശയെ കാണുകയാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ, അവർ മോശ തളരുമ്പോൾ, അല്ല മോശ അവിടെ കാണാതെ വരുമ്പോൾ അവർ തളരുകയാണ്. അവർ മോശയെ മാത്രം കാണുന്നു. ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ആ സമസമാധാനമുള്ള മനുഷ്യനാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ കാണാതെ ഞാൻ ഇസ്രായേൽ ജനങ്ങൾ ചെയ്തതുപോലെ ഞാൻ മനുഷ്യരെ നോക്കി, കൂട്ടായ്മയെ നോക്കി, മറ്റ് പല ഘടകങ്ങളെ നോക്കി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവമേ. എന്നാൽ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കർത്താവേ, ഞാൻ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുവിനെ മാത്രം നോക്കുന്നു. എൻ്റെ ജീവിതം യേശുവിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒരു ആത്മീയം അഭ്യസിപ്പിക്കണമേ. യേശുവിനെ നോക്കി, യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട്, യേശുവിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, യേശുവിനെ വ്യക്തിപരമായി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മീയമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് ആത്മീയ അനുഭവത്തിലൂടെ നമ്മൾ വഴി നടത്തുന്ന ഒരു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലാണ് നാം ചേർന്നിരിക്കുന്നത്. രണ്ട്, ഇസ്രായേൽ ജനം പരാജയപ്പെടാൻ, മരുഭൂമിയിൽ പട്ടുപോകാൻ കാരണം അവർ മോശയെ കണ്ടു എന്നുള്ളതുകൊണ്ടാണ്. നിത്യനായ ദൈവത്തെ കാണുന്നത് പകരം ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയെ കണ്ടു എന്നുള്ളതുകൊണ്ടാണ്. മൂന്ന്, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോകാൻ മറ്റൊരു കാരണമുണ്ട്. സംഖ്യ പുസ്തകം 11-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളിരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. അവർ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ജനമാണ്. അനേക ആത്മീയ അനുഭവങ്ങൾ ലഭിച്ച ജനമാണ്. എന്നാലും ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഓർമ്മ പഴയതിലേക്കാണ്. മിസ്രൈമിൽ വിട്ടുപോകുന്ന ചില കാര്യങ്ങളിലേക്കാണ്. മിസ്രൈമിൽ അവർ അനുഭവിച്ച ചില അനുഭവങ്ങളിലേക്കാണ്. അവർ സ്വർഗ സിയോനെ നോക്കിക്കൊണ്ട്, കനാൻ ദേശം നോക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ജനമാണ്. എങ്കിലും അവരുടെ ഇന്നത്തെ ചിന്ത, ഇന്നത്തെ ആഗ്രഹം പഴയ വിട്ടുപോകുന്ന ചില കാര്യങ്ങളിലാണ്. ഇത് പറയുമ്പോൾ ഞാനും ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നാം ആത്മീയമായി കർത്താവായ യേശുവിൻ്റെ രക്ഷിതാവും നായകനുമായി സ്വീകരിച്ച വ്യക്തികളാണ്. നല്ല ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്, ആത്മീയരാണ്. എന്നാൽ എൻ്റെ ചിന്ത, എൻ്റെ ആഗ്രഹം, എൻ്റെ ഊറിയ രസം അത് ഞാൻ പുറകോട്ട് വിട്ടിട്ട് പോകുന്ന ഏതെങ്കിലും പാവത്തോടാണോ? ഇന്നും ചില പാവങ്ങൾ എന്നെ സ്വാധീനിക്കുന്നുണ്ടോ? ഇന്നും എനിക്ക് ചില പാവങ്ങളോടൊരു ലാളനയുണ്ടോ? ഇന്നും ചില ആ പാവങ്ങളോട് എനിക്കൊരു ആഗ്രഹമുണ്ടോ? ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, ചില സിനിമ ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉരുത്തിരിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ കേൾക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? പാവത്തോട് എനിക്ക് അറപ്പുണ്ടോ? ഞാൻ പാവം ഉപേക്ഷിച്ചു, എന്നാൽ പാവത്തോട് എനിക്ക് അറപ്പുണ്ടോ? ഞാൻ സിനിമ ഉപേക്ഷിച്ചു, എന്നാൽ സിനിമയോട് എനിക്ക് അറപ്പും വെറുപ്പും ഉണ്ടോ? ഞാൻ ലോകത്തിൽ കാണുന്ന അശുദ്ധിയെ ഉപേക്ഷിച്ചു, എന്നാൽ അശുദ്ധിയോട് എനിക്ക് അറപ്പുണ്ടോ, വെറുപ്പുണ്ടോ? അത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ലാളനയാണോ? എൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനം കിട്ടുന്നുണ്ടോ? എങ്കിൽ അത് പഴയ പാവങ്ങളെ താലോലിക്കുന്ന ഒരു അനുഭവമാണ്. ഇസ്രായേൽ മക്കൾ പട്ടുപോകാൻ ഒരു കാരണം അവർ പഴയ പാവങ്ങളെ, പഴയ വിട്ടുപോകുന്ന ചില കാര്യങ്ങളെ അവർ ലാളിക്കുകയാണ്, അവർ ആഗ്രഹിക്കുകയാണ്,
അത് എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും സാഹചര്യങ്ങൾ വരുമ്പോൾ പഴയതിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയാണ്, പഴയ കാര്യങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയാണ്, പഴയതിനെ ഇപ്പോഴും അവർ ആസ്വദിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു കാര്യമുണ്ട്. നാം വിട്ടുപോകുന്ന കാര്യങ്ങൾ, നാം യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വെച്ച് വിട്ടുപോകുന്ന കാര്യങ്ങൾ, അതെല്ലാം പിന്നെ എടുക്കാതെ വണ്ണം നാം മുന്നോട്ട് പോകുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പ്രേരിപ്പിക്കുന്നത്. കർത്താവെ, ഇന്ന് എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ച പാവങ്ങൾ, ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ച അശുദ്ധികൾ, ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ച സിനിമ, ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ച അശുദ്ധികൾ ഒന്നും ഞാൻ എടുക്കാതെ വണ്ണം എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, ആത്മീയമായി പുഷ്ടിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം നൽകും. മനുഷ്യന് പരിവർത്തനം നൽകുവാൻ കഴിയുകയില്ല. പരിശുദ്ധനായ പിതാവായ ദൈവത്തിന് മാത്രമാണ് നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം നൽകുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമാണ് കഴിയുകയുള്ളൂ. ആ സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഞാനൊരു പാവിയാണ്, എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വേണം, ഞാൻ പഴയതിനെ താലോലിക്കുന്ന ഒരു വ്യക്തിയാണ്, പഴയ ഓർമ്മകൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ പ്രചോദനം നൽകുന്നുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റുപറയാം, ദൈവമേ, എൻ്റെ പാവങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. പഴയതിനെല്ലാം ഉപേക്ഷിച്ച് എല്ലാം പരിശുദ്ധാത്മാവുന്ന തീയിലിട്ട് കത്തിച്ച് ഒരു പുതിയ മനുഷ്യൻ്റെ അനുഭവം എനിക്ക് തരണമേ. ഇവിടെ ഇസ്രായേൽ മനം പട്ടുപോകാൻ കാരണം അവർ പഴയതിനെ താലോലിച്ചു എന്നുള്ളതാണ്. അവർ മിസ്രയീമിൽ വിട്ടതിനെ താലോലിച്ചു എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം പട്ടുപോകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യമാണ്, ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ചു, അതിന് യാഗം കഴിച്ചു. ഇവിടെ ഇസ്രായേൽ ജനം വിഗ്രഹാരാധന തുടങ്ങുകയാണ്. ഏക സത്യദൈവമായ യഹോവയെ ആരാധിച്ചിരുന്ന ജനം അവർ ജീവിതത്തിൻ്റെ ഏതോ ഒരു സമയത്ത് അതെല്ലാം വിട്ട് വിഗ്രഹാരാധന തുടങ്ങുകയാണ്. സത്യദൈവത്തെ മറന്ന് അവർ വിഗ്രഹാരാധന തുടങ്ങുകയാണ്. ഏറ്റവും അധപ്പതനത്തിൻ്റെ അവസ്ഥയിലൂടെ, ആത്മീയ അധപ്പതനത്തിൻ്റെ അവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്. ഇവർ കാളക്കുട്ടിയുണ്ടാക്കി വാർത്ത് അവർ ആരാധിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പ്രകടമായി എന്തെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കി നാം ആരാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വിഗ്രഹമായി നിൽക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മളെ സ്വാധീനിക്കുന്നത്? യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നുവോ അത് എന്നെ സംബന്ധിച്ച് അത് വിഗ്രഹമാണ്, അത് നമ്മെ സംബന്ധിച്ച് വിഗ്രഹമാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഭാര്യ നമുക്കൊരു വിഗ്രഹമാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ മക്കൾ നമുക്കൊരു വിഗ്രഹമാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നമ്മുടെ കൂട്ടായ്മയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ കൂട്ടായ്മ നമുക്കൊരു വിഗ്രഹമാണ്. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ വചനം പറയുന്നവരെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ആ വചനം പറയുന്ന ദൈവദാസന്മാർ നമുക്കൊരു വിഗ്രഹമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഗ്രഹങ്ങളാണ് ഉള്ളത്? ഇന്ന് എന്തെല്ലാം വിഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനം ചെയ്യുന്നത്? അതെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ക്രൂശിക്കപ്പെട്ട യേശുവിന് മാത്രം കണ്ണിൽ വരച്ചുകൊണ്ട്, കർത്താവെ, അങ്ങ് എന്നോട് സംസാരിക്കണമേ, യേശുവിന് 1-ാം സ്ഥാനം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ തീരുമാനിക്കാം. യേശുക്രിസ്തുവിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2-ാം സ്ഥാനമോ 3-ാം സ്ഥാനമോ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യ ജീവിതത്തിലില്ല. യേശുക്രിസ്തുവിന് 1-ാം സ്ഥാനം മാത്രമാണ് ഓരോ ദൈവ പൈതലും ആഗ്രഹിക്കേണ്ടത്. ഞാൻ ദൈവത്തിലേക്ക് വിളിക്കുമ്പോൾ, കർത്താവെ, അങ്ങൻ്റെ ഒന്നാമനായി കടന്നു വരണമേ. കർത്താവെ, അങ്ങേ കൂടാതെ എനിക്കൊരു ആത്മീയ ജീവിതം സാധ്യമല്ല. കർത്താവെ, അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാഡിക്കല്ല്, അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. കർത്താവെ, എന്നോട് ഇടപെടണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നോട് ഇടപെടണമേ. വിഗ്രഹാരാധന ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ പട്ടുപോകാൻ കാരണമായി തീർന്നു. ഇവിടെ 4 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഒട്ടനവധി കാരണങ്ങൾ ഇസ്രായേൽ ജനം പട്ടുവാനുണ്ട്. എന്നാൽ നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടുപോയ സമയത്ത് 2 വ്യക്തിത്വങ്ങൾ, 2 ആത്മീയർ അവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിലും അവർ വ്യതിരിക്തരായി നിൽക്കുകയാണ്. അവർ ഇതിലൊന്നും പെടാതെ നിൽക്കുകയാണ്. അവർ ക്രൂശിക്കപ്പെട്ട യേശുവിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അനുഗമിച്ച പാറയായ ക്രിസ്തുവിനെ മാത്രം നോക്കി നിൽക്കുകയാണ്. അവർ ആത്മീയ പാറയെ പിന്തുടരുകയാണ്. അത് ആ പാറ ക്രിസ്തുവാകുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ആ ക്രിസ്തുവാകുന്ന പാറയെ പിന്തുടർന്ന് കാലേബും യോശുവായും നിൽക്കുകയാണ്. അവർ ആ യേശുവിനെ പിന്തുടർന്നുകൊണ്ട്, നിത്യപരിശുദ്ധ ദൈവത്തെ പിന്തുടർന്നുകൊണ്ട് അവർ ലക്ഷ്യം വെച്ച കനാലിൽ എത്തിച്ചേരുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവെ, എൻ്റെ കൂട്ടത്തിൽ അനേക പേർ സഞ്ചരിക്കുന്നു,
അനേക പേർ ഞങ്ങൾ ആത്മീയരായി ഒന്നിച്ചു പോകുന്നു. എന്നാൽ കർത്താവെ, ആ അനുഗമിക്കുന്ന പാറ, എന്നെ അനുഗമിക്കുന്ന പാറ, ഞാൻ അനുഗമിക്കുന്ന പാറ, ആ ക്രിസ്തു ആവുന്ന പാറയെ പിന്തുടർന്നുകൊണ്ട് ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട്, ആ ക്രൂശിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് കർത്താവെ, വീണു പോകാതെ, പട്ടുപോകാതെ, താണു പോകാതെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തരണമേ. കർത്താവെ, വീരന്മാർ പട്ടുപോയ പാത, മഹാന്മാർ വീണുപോയ പാത, ഈ പാതയിൽ ഞാൻ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കർത്താവെ, അനേക അനുഭവങ്ങൾ നിറഞ്ഞ ഇസ്രായേൽ ജനം പട്ടുപോയി മരുഭൂമിയിൽ പട്ടുപോയ പാതയിൽ കർത്താവെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണമേ. കർത്താവെ, ഒരിക്കലും പട്ടുപോകാതെ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് നിലനിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്തുവാനുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ സമാനമായ എന്തെങ്കിലും സ്വഭാവമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവെന്ന ഹൃദയമാവുന്ന വാതിൽ മുട്ടുന്നുണ്ടെങ്കിൽ നമുക്കിന്ന് തീരുമാനമെടുക്കാം. തീരുമാനമെടുത്താൽ ഇന്ന് പുതിയ അനുഭവങ്ങൾ തരുന്ന ഒരു ദൈവമുണ്ട്. തീരുമാനമെടുത്താൽ ഇന്ന് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നാം കൂടിയിരിക്കുന്നത്. ആര് പറയുന്നു എന്നുള്ളത് യാതൊരു പ്രാധാന്യമുള്ള കാര്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമാണ് പ്രാധാന്യമുള്ള കാര്യം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദൈവമേ, കർത്താവെ, മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം പല കാരണങ്ങളാൽ മരുഭൂമിയിൽ പട്ടുപോയെന്ന് ഞങ്ങൾ കേട്ടു. ദൈവമേ, ഞങ്ങളും ഒരു സിയോൻ യാത്രയിലാണ്. കർത്താവെ, സ്വർഗീയ സിയോൻ യാത്രയിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളും പട്ടുപോകാൻ ഒരു സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, കേട്ട വചനം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും കേട്ട വചനം ഞങ്ങൾ ക്രിയ ചെയ്യുവാനും കർത്താവായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് യേശുവിനെ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഈ നിസ്സാരനായ വ്യക്തിക്കും ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും ഇനി കേൾക്കാൻ പോകുന്ന വ്യക്തികൾക്കും ഏത് ഭവനത്തിരുന്നാലും ഏത് സാഹചര്യത്തിൽ നിന്ന് കേൾക്കുന്ന വ്യക്തിക്കും ദൈവമേ അതിനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, യേശു ക്രിസ്തു മാത്രം ഉയർത്തപ്പെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാനായി സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, സകലവും ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.